സോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. പുട്ടുപ്പൊടി ഇവിടുത്തെ 4.50, അതായത് 4 × 23 നിങ്ങൾ കണക്കാക്കണം കേട്ടോ. 23 തോന്നുന്നു, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതാണ് ഈ പുട്ടുപ്പൊടിക്ക് വരുന്ന റേറ്റ്. ഇത് 1 kg ആണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളൊന്ന് വാങ്ങിച്ചത്. ദെൻ സോൾട്ട്, ഇത് ഏകദേശം 5 റിയാൽസോ മറ്റോ വരുന്നുണ്ട്. 5 അല്ല 3 റിയാൽസോ മറ്റോ വരുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചു. ദെൻ മൈദ, ഇത് കുറേ ഞങ്ങൾ തിരഞ്ഞു നടന്നതാണ്. അതായത് ഓൾ പേർപ്പസ് ഫ്ലോർ എന്നാണല്ലോ മൈദയാണ് പറയുന്നത് ഇവിടെ എന്നല്ല, പൊതുവേ ഓൾ പേർപ്പസ് ഫ്ലോർ. അപ്പോൾ ഇതിൽ പേറ്റേൺ ഫ്ലോർ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അതാണോ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് കാരണം നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടും സെയിം ആണ്, എന്തോ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ബട്ട് സെയിം ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പേറ്റേൺ ഫ്ലോർ വാങ്ങിച്ചു. ദെൻ മൈദ വാങ്ങിച്ചു. ദെൻ കംസ് ഇടിയപ്പം പൊടി. ഇതൊന്നും നമുക്കിവിടെ അരിപ്പൊടിക്കാനുള്ള വകുപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഇതും ഏകദേശം 450 വരുന്നത്. ഉപ്പിന് ഇവിടുത്തെ 3, അപ്പോൾ 3 × 23 വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നാട്ടിലത്തെ റേറ്റ് കമൻറ്റ് ചെയ്യണം, അതാണ് എൻ്റെ ഇവിടുത്തെ ഉദ്ദേശം. ദെൻ ഇതിൻ്റെ റേറ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബില്ല് ഉണ്ടായിരുന്നു, അതെവിടെയാണെന്ന് അറിയില്ല. സോ അത് കാരണം അറിയില്ല. പിന്നെ ഇത് മറ്റേ സംഭവം കടലമാവ്, അതിൻ്റെ റേറ്റും എനിക്കങ്ങനെ അറിയില്ല. പക്ഷെ നാട്ടിലത്തെ റേറ്റ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബില്ല് കിട്ടുകയാണെങ്കിൽ ബില്ല് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റുകൾ ഇവിടെ എന്താണ് വരുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇതിൻ്റെ റേറ്റ് 1 kg കടലമാവിന് എത്രയാണ് വരുന്നത് എന്ന് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കും കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യും, അപ്പം നിങ്ങൾക്കും കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എനിക്കിതിപ്പോൾ പെട്ടെന്ന് എടുക്കണം, കാരണം ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത 1 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്നിച്ചെനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ പറ്റിയില്ല. സോ ഇപ്പം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. വാട്ടെവർ. ഇപ്പോൾ സമയം ഇവിടെ 2:37. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം, അത് നടക്കുള്ളൂ. ഇനി ഇത് ബസ്മതി റൈസാണ്. നമ്മൾ എത്ര kg 2 kgയുടെ ബസ്മതി റൈസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി ജീരകശാലായിട്ട് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ആകെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പോലെ കൂടിപ്പോലെ 7-8 സാധനം വാങ്ങാനാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. രാത്രി 10:15 നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. വാങ്ങിയിട്ട് വന്നതോ ഓൾമോസ്റ്റ് ഒരു 21-22 സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ ഓൾറെഡി കയറ്റി. പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2.70 ഇതിന് പ്രൈസ് വരുന്നത്. വെയിറ്റ് വരുന്നത് 212 ഗ്രാം. ഞങ്ങൾ 2 ആൾക്കാരുണ്ട്, ഞങ്ങൾ അങ്ങനെ നോക്കിയേ എടുക്കുകയുള്ളൂ. എപ്പോഴും ഇവിടെ അടുത്ത് തന്നെയല്ലേ ഹൈപ്പർ മാർക്കറ്റ്, അപ്പോൾ എപ്പോഴും പോയി എടുക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട നമ്മൾ അത്ര വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് 2.70, അതായത് 40, 50, 60ൻ്റെ അടുത്തൊക്കെ വരും തോന്നുന്നു കേട്ടോ റേറ്റ്. അപ്പോൾ അങ്ങനെ അത്. ദെൻ ആപ്പിൾ നമ്മൾ ആകെ 386 ഗ്രാംസേ എടുത്തിട്ടുള്ളൂ. ഒരു 2-3 ആപ്പിൾസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ആപ്പിൾസോ മറ്റോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതും നമ്മൾ ഈ പറയുന്ന പോലെ 2-3 ആളേ ഉള്ളൂ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്കിത് എല്ലാം കഴിച്ച് തീരുമ്പോൾ കേടുവന്ന് പോകും എന്നൊക്കെയുള്ള പേര് കാരണം നമ്മളെപ്പോഴും കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് 386 ഗ്രാമിനാണ് കേട്ടോ. 2.12 റിയാൽ, അതായത് 2 റിയാൽസ് എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലത്തെ 46-50 രൂപയായി. അതായത് 1 കിലോ പോലും ഇല്ല, 1 കിലോ അത്രയ്ക്ക് തന്നെ 50 രൂപയാണ് ആപ്പിളിന് വരുന്നത്. ദെൻ ഇതിലൊക്കെ പ്രൈസ് ഉണ്ട്, അപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞുതരാം. ഇത് ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് 2.62 ഗ്രാംസ്. അപ്പോൾ 3 × കണക്കാക്കി അങ്ങനെയാണെങ്കിൽ പോലും ഒരു 70-80 റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ദെൻ ഇഞ്ചി നമ്മൾ മെയിനായിട്ട് ഇന്നലെ വാങ്ങാൻ പോയ ഐറ്റംസ്. ഇത് 310 ഗ്രാമിന് ഏകദേശം നാട്ടിലത്തെ 70 രൂപ 80 രൂപേൻ്റെ അടുത്ത് വരും. ദെൻ നമ്മുടെ തക്കാളിക്ക് 468 ഗ്രാമാണുള്ളത്.
1.87 റുപ്പീസാണ് വരുന്നത്. ദെൻ ഇഞ്ചി 178 ഗ്രാമിന് 2.58. അതൊക്കെ നാട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 40-50 രൂപ വരും. നിങ്ങൾ സ്വയം കൺവേർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. 1 റിയാൽ എന്ന് പറയുന്നത് നാട്ടിൽ 23 റുപ്പീസാണ്. അത് ഒരു പൈസയ്ക്ക് 50 പൈസ 30 പൈസ ഒക്കെ കൂടേ ചെയ്യുള്ളൂ, എന്തായാലും കുറയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ദെൻ നമ്മുടെ വലിയ ഉള്ളി സവാള നമ്മൾ 1.310 ഗ്രാം വാങ്ങിയിട്ടുണ്ട്. അതിന് 3.93 റിയാലാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ മല്ലിയില പുതിന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഫ്രിഡ്ജിൽ വെച്ചു. 30 മുട്ടയാണ് ഇതിലുള്ളത്. 30 മുട്ടയ്ക്കും കൂടെ 60 റിയാലോ 16 റിയാലോ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. പിന്നെ കുറച്ച് ഐറ്റംസ് ഫ്രിഡ്ജിലുണ്ട്. അത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് എനിക്കും കമ്പയർ ചെയ്ത് വിഷമിച്ചിട്ടിരിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ. അപ്പോൾ ആ വീഡിയോ 1 hour ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ചെറുതാക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റിൽ താഴെ മാക്സിമം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.